ഈ കുട്ടി നാളെ വരാനിരുന്നതാണ്. കാരണം വിഷുവിൻ്റെയൊക്കെ അവധി ആയതുകൊണ്ട് വീട്ടിലേക്ക് വരുമെന്ന് കാത്തിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും കാണാൻ കഴിഞ്ഞ മൃതദേഹമാണ്. എന്ത് ക്രൂരതയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് ആത്മഹത്യയാണോ എന്ന് പോലും അവർക്ക് സംശയമുണ്ട്. അപ്പൊ വിശദമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ. വാസ്തവത്തിൽ ഒരു കോളേജിൽ, കേരളത്തിലെ ഒരു കോളേജിൽ ഇങ്ങനെ ജാതി അധിക്ഷേപം നടക്കുന്നു എന്ന് പറയുന്നത് തന്നെ എത്രമാത്രം അപമാനകരമായ ഒരു സംഭവമാണ്. ഇതിന്റെ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ആരും രക്ഷപ്പെടാൻ പാടില്ല. ഇങ്ങനെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന് ഒരു വിദ്യാർത്ഥിയുടെ മരണമുണ്ടായിട്ട് ഒന്നും പറയാനില്ല എന്ന് പറയുന്നത് എത്ര ക്രൂരമാണ്. ഇതുപോലൊരാള് കഴിഞ്ഞ 2 വർഷത്തിനിടെ അവിടെ വീണ്ടും ആത്മഹത്യ ചെയ്തതായിട്ട് ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഇവിടെയൊക്കെ നടക്കുന്നത്? അപ്പൊ ഒരു കാരണവശാലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ശക്തമായ അന്വേഷണം നടക്കണം. എല്ലാം അസംബന്ധമായ കാര്യങ്ങളാണ്. ഇപ്പൊ ഈ വീട്ടിൽ തന്നെ എത്ര പേര് ഇതുപോലെ ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്? കേരളത്തിൽ എത്രയോ പേരെടുക്കാറുണ്ട്. അതിന്റെ പേരിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്യുമോ? അപ്പൊ ജാതി അധിക്ഷേപം അതൊന്നും ഒരിക്കലും കേരളത്തിൽ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. അതാണ് ഞാൻ പറയുന്നത്. 2ാം രോഹിത് വെൺമൂലിയാണ് ഈ കുട്ടിയെന്ന് പറയുന്നത്. ഇതെല്ലാവരുടെയും കണ്ണു തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ്.